ഗുഡ് ഈവനിങ്. കർത്താവായ യേശു ക്രിസ്തു എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗ്രീറ്റിംഗ്സ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഞാൻ പാസ്റ്റർ സനൂജ് കൊട്ടാരക്കരയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ് കോതമംഗലത്ത് TTC വിദ്യാർത്ഥിനിയായിരുന്ന 19-കാരി ആത്മഹത്യ ചെയ്തു. കുഞ്ഞിൻ്റെ പേര് ഞാൻ സൂചിപ്പിക്കുന്നില്ല. ആത്മഹത്യ ചെയ്ത ആ മോള് ക്രിസ്ത്യാനിയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ആ കുഞ്ഞ് ക്രിസ്ത്യാനി തന്നെയാണ്. വാർത്തകളെല്ലാം കൃത്യമായി വിളിച്ചു പറയുന്നു. മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു, പീഡിപ്പിച്ചു, ഉപദ്രവിച്ചു, ഭീഷണിപ്പെടുത്തി. അതിൻ്റെ ഫലമായി ആ കുഞ്ഞ് ജീവനൊടുക്കിയെന്ന് വ്യക്തമായി നമ്മുടെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ ചർച്ചകളൊക്കെ ഉണ്ട്, ഏതാണ്ടൊക്കെ ചൂടുപിടിച്ച സംവാദമൊക്കെ നടക്കും. ശ്രദ്ധേയമായത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുന്ന ശ്രീ ഷോൺ ജോർജ് മുന്നോട്ട് വന്ന് പറഞ്ഞത് ലവ് ജിഹാദാണ്, നിർബന്ധിത മതപരിവർത്തനത്തിനിരയായ ക്രൈസ്തവ പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. സ്വതന്ത്ര ഭാരതത്തിൽ ആർട്ടിക്കിൾ 25 അനുസരിച്ച് പ്രഗത്ഭനായ ഭരണഘടനാശില്പി ഡോക്ടർ അംബേദ്കർ സവിസ്താരമായി, വിശദമായി, കാര്യക്ഷമമായി ചിട്ടപ്പെടുത്തിയ ആർട്ടിക്കിൾ 25 അനുസരിച്ച് ഫ്രീഡം ഓഫ് റിലീജിയൻ, വിശ്വാസ സ്വാതന്ത്ര്യം. അപ്പം ആർട്ടിക്കിൾ 25 അനുസരിച്ച് ഇന്ത്യയിലെ ഏതൊരു പൗരനും, ഭാരതത്തിലെ ഏതൊരു പൗരനും വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എന്നാൽ 1967 സ്വതന്ത്രാനന്ദ ഇന്ത്യയിൽ ഒഡീഷയിലാണ് ആദ്യമായി മതപരിവർത്തന നിരോധന നിയമം എന്ന ഒരു നിയമവശം ഉപയോഗിക്കപ്പെടുന്നത്. ഒഡീഷ ഫ്രീഡം ഓഫ് റിലീജിയസ് ആക്ട് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ചുവട് പിടിച്ച് മധ്യപ്രദേശ്, മറ്റനേക സംസ്ഥാനങ്ങൾ, തമിഴ്നാട് അടക്കമുള്ളവരൊക്കെ നിയമം പാസ്സാക്കി. പക്ഷെ ഉപയോഗിക്കുന്നത് വളരെ ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. മരിച്ച പെൺകുട്ടി ക്രിസ്ത്യാനിയാണ്. നിർബന്ധിതമായി മതപരിവർത്തനത്തിന് ശ്രമിച്ചു. വിശ്വാസത്തിലേക്കുള്ള കടന്നുകയറ്റം, വ്യക്തിത്വത്തിലേക്കുള്ള കടന്നുകയറ്റം, വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമൊക്കെ സംഭവിച്ചപ്പോൾ ആ കുട്ടി ആത്മഹത്യ ചെയ്തു. മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ നിയമവശങ്ങൾ എങ്ങനെയാണ്? നിർബന്ധിതമായി പാരിതോഷികം കൊടുത്ത്, സമ്മർദ്ദം ചെലുത്തി, ഭീഷണിപ്പെടുത്തിയൊക്കെ ആരെങ്കിലും മതം മാറ്റാൻ ശ്രമിച്ചാൽ അത് മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ കീഴിൽ വരുമെന്ന് പറഞ്ഞു. ഈ ഭാരതത്തിൽ മുഴുവൻ അലമുറയിട്ട് നിലവിളിക്കുന്നത് ഹൈന്ദവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവരും ഹൈന്ദവ സംഘടനകളും ബജ്രംഗദളും RSSും ഒക്കെ നിലവിളിക്കുന്ന, VHP വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ നിലവിളിക്കുന്നത് ക്രൈസ്തവരെല്ലാവരെയും മതപരിവർത്തനം നടത്തി ഭാരതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന്. ഇവിടെ വേണ്ടേ ഒരു ക്രൈസ്തവ പെൺകുട്ടിയെ പട്ടാപ്പകൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പച്ചയായി മതപരിവർത്തനത്തിന് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി അതിനെ കൊന്നുകളഞ്ഞിട്ട് ഇവിടെ ആരും പ്രതികരിക്കുന്നില്ല. അതിലേറെ ശ്രദ്ധേയമാണ് കേരള പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നതും. ഇത് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ കഴിയത്തില്ല എന്ന് ഇത്ര നിസ്സാരമായി പറഞ്ഞു കഴിഞ്ഞു. ഭാരതത്തിലൊട്ടാകെ അനേകരുടെ കണ്ണുനീര് തുടയ്ക്കുന്ന, അനേകർക്ക് ആശ്വാസമായി മാറുന്ന, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ജാതിയും മതമൊന്നും നോക്കാതെ, നിറം നോക്കാതെ, ഗുണം നോക്കാതെ, സമ്പത്തിൻ്റെ തട്ടുകളൊന്നും നോക്കാതെ പ്രാർത്ഥിക്കുന്ന ക്രൈസ്തവ മിഷണറിമാരെല്ലാം മതപരിവർത്തനം നടത്തുന്ന രാജ്യദ്രോഹികളാണെന്ന് ഒരു കിംവദന്തി പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ പ്രയർ ഹോമിൽ, എൻ്റെ പ്രാർത്ഥനാ വീട്ടിൽ ഒരു അമ്മയും കുഞ്ഞും വന്നു. 3 വർഷമായി കേരളത്തിലെത്തിയിട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണ്. കൊല്ലത്ത് കൊല്ലം ജില്ലയിൽ അവർ താമസിക്കുന്നു. ഈ കുഞ്ഞിന് 2 വയസ്സുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നതാണ്. എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നൊക്കെ അറിയാൻ.
എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു, ഈ കുഞ്ഞിന് ജനറ്റിക് ഡിസീസ് ഉണ്ട്, ജന്മന ആ കുഞ്ഞിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, തലച്ചോറ് പൂർണ്ണമായി പ്രവർത്തിക്കുന്നില്ല, കാര്യക്ഷമമായ കാഴ്ചശക്തിയില്ല, ആരുടെ മുഖത്തേക്ക് നോക്കാൻ വയ്യ, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വയ്യ, ഓട്ടിസത്തിൻ്റെ മറ്റൊരു വിഭാഗമാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്റർ വിഷമിക്കേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിനെ അറിയാം. അയ്യോ, എനിക്ക് യേശുവിനെ അറിയാം. എങ്ങനെ അറിയാം? അപ്പോൾ പറയുക, എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറാൻ ഞങ്ങളുടെ പരമ്പരാഗത മറാഠി അല്ലെങ്കിൽ മറ്റ് ഞങ്ങളുടെ ഹൈന്ദവ വിശ്വാസത്തിലൊക്കെ ഞാൻ പലയിടത്തും പോയി നേർച്ച കാഴ്ചയൊക്കെ കൊടുത്തു. ഇടയ്ക്ക് മറ്റൊരു വിഭാഗത്തിലൊക്കെ ഞാൻ പോയിരുന്നു. ഓരോരിടത്തും എനിക്ക് മറുപടി കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം മറുപടി തരും. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ആ സഹോദരി ഇങ്ങനെയാണ് പറഞ്ഞത്, എനിക്ക് വലിയ സമാധാനം തോന്നുന്നു, തീർച്ചയായും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വരുമെന്ന്. നോക്കണേ, ഞാൻ നിർബന്ധിതമായിട്ട് അവരെ ക്ഷണിച്ചില്ല, ഞാൻ പാരിതോഷികം കൊടുത്തില്ല, പണം കൊടുത്തില്ല, പ്രതിഫലം കൊടുത്തില്ല. കാരണം ആ സമയത്ത് അവർക്ക് പൈസയേക്കാൾ അത്യാവശ്യം ആശ്വാസമാണ്, ധൈര്യമാണ്, അവരുടെ കൂടെ ഇരിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെയാണ് ഭാരതം മുഴുവൻ ക്രൈസ്തവ വിശ്വാസം പൊതുവെ പരക്കുന്നത്. അപ്പോൾ ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. വേദനിക്കുന്നവൻ്റെ വേദനയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, കരയുന്നവൻ്റെ കണ്ണുനീര് തുടയ്ക്കുമ്പോൾ, ആരുമില്ലാത്തവൻ അഭയം കൊടുക്കുമ്പോൾ, ദുഷിച്ച് നാറി ചീഞ്ഞ് നാറിയ ജീവിതത്തിലെ അനുഭവങ്ങളിൽ കിടക്കുമ്പോൾ, രോഗിയായി വ്രണം, ഉണങ്ങാത്ത വ്രണം, ദുർഗന്ധം വമിക്കുന്ന വ്രണവുമായി അടുത്ത് വരുമ്പോൾ ചേർത്ത് പിടിക്കുന്നത്, ആശ്വസിപ്പിക്കുന്ന, മുറിവുണക്കുന്നത് ബൈബിൾ ഞങ്ങളോട് പറഞ്ഞിട്ടാണ്, കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളോട് പറഞ്ഞിട്ടാണ്. ഞങ്ങളത് മാത്രമാണ് ചെയ്യുന്നത്, മതപരിവർത്തനമല്ല. ഇനി ഇന്ത്യയിലെ പരിവർത്തിത ക്രൈസ്തവരുടെ ജാതി സർട്ടിഫിക്കറ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ അതിനകത്ത് എല്ലാവരുടെ സർട്ടിഫിക്കറ്റിനകത്തും മതം ക്രിസ്തീയ മതമൊന്നല്ലെന്നേ വ്യക്തമായ തെളിവുകളുണ്ട്. മതം മാറ്റം സംഭവിച്ചാൽ സർട്ടിഫിക്കറ്റിനകത്ത് മാറണ്ടേ? മതത്തിൻ്റെ കോളം അല്ലെങ്കിൽ മതം ജാതി എന്നുള്ള കോളം മാറി ക്രിസ്ത്യാനി എന്നാവണ്ടേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കൂ, ദയവായി പൊതുസമൂഹമേ ശ്രദ്ധിക്കൂ. ഞങ്ങൾ മതം മാറ്റുന്നവരല്ല, ഞങ്ങൾ മനുഷ്യരുടെ ദുഃഖങ്ങളെ മാറ്റുന്നവരാണ്, മനസ്സിലെ ദുഃഖങ്ങളെ മാറ്റുന്നവരാണ്, മതം മാറ്റുന്നവരല്ല. ഞങ്ങൾ ഇനിയും ഇത് തന്നെ ചെയ്യും. കാരണം യേശു ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചത് രോഗികളെ മുറിവെച്ച് കെട്ടാനും, കരയുന്നവരെ ആശ്വസിപ്പിക്കുവാനും, ദരിദ്രരായിരിക്കുന്ന ജനത്തെ കൂടെ ചേർത്തുകൊള്ളുവാനുമാണ്. ഞങ്ങളത് തന്നെ ചെയ്യും. ഞങ്ങളിനിയും ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, പ്രവർത്തിക്കും എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. ലവ് ജിഹാദ് ഉയർത്തിവിട്ടാലും, ഇവിടുത്തെ അവസാനത്തെ ക്രൈസ്തവ മിഷണറിയെപ്പോലും കഴുത്തെറുത്ത് കൊന്നെന്ന് പറഞ്ഞാലും, പ്രിയ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെയും തൻ്റെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയുമൊക്കെ ചുട്ടുകൊന്നതുപോലെ ചുട്ടുകൊന്നെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഒട്ടും പുറകോട്ട് പോകത്തില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾ മരിക്കുന്നോളം ഞങ്ങളുടെ അകത്തുണ്ട്. ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങൾ ആചരിക്കുന്നു, ഞങ്ങളത് പ്രചരിപ്പിക്കും. കർത്താവായ യേശു ക്രിസ്തു എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു and greetings in the name of Jesus Christ. Hallelujah.